കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ഈ കേന്ദ്ര ബഡ്ജറ്റിലുണ്ട്. കാർഷിക വികസനം അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്ന് നമ്മൾ കണ്ടു. മാത്രമല്ല, ഈ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല എന്നിങ്ങനെയുള്ള മേഖലകൾക്ക് വലിയ ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങളുണ്ടായി. അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകുന്നു. 2047ഓടുകൂടി വികസിത ഭാരതം എന്ന ഒരു യാത്രയിലേക്കുള്ള ഒരു ഊർജം നൽകുന്ന പ്രധാന ബഡ്ജറ്റ് അല്ലെങ്കിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ എന്നൊക്കെ ഈ ബഡ്ജറ്റ് അവതരണത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്നത് നഗര വികസനത്തിലുള്ള ഒരു ശ്രദ്ധയാണ്. ഇന്ത്യൻ നഗരങ്ങളിതാ വികസിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ബഡ്ജറ്റിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ നഗരങ്ങളുടെ വികസനത്തിന് ആവശ്യമായ ഒട്ടനവധി പദ്ധതികൾ ഇതിലുണ്ട്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ വികസനം എന്നത് ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും വികസനമാണ്. ഗ്രാമങ്ങളുടെ വികസനമാണ് എന്ന് പൊതുവെ പറയുമെങ്കിലും, കാരണം ഇന്ത്യയിൽ ധാരാളം ഗ്രാമങ്ങളാണുള്ളത്, ഗ്രാമങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനമെല്ലാം തീർച്ചയായും പദ്ധതികളിലൂടെ അല്ലെങ്കിൽ ബഡ്ജറ്റിലെ പദ്ധതി പ്രഖ്യാപനങ്ങളിലൂടെ ഉണ്ടാകാറുണ്ട്.